രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കൂട്ടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ നിർണായക കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരുന്നു. ഇന്ധന പ്രതിസന്ധിയിൽ സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. പ്രധാനമന്ത്രി നിർദ്ദേശിച്ച ഉപഭോഗ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമോ എന്നതും നിർണായകമാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതൻ ചേരുന്നു. അച്യുതൻ, കേന്ദ്രമന്ത്രിസഭ തുടരുകയാണ്. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ വരും മുമ്പ് തന്നെ പലരും ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രി തുടങ്ങിയവരൊക്കെ ഇതിനകം തന്നെ ഈ ഔദ്യോഗിക വാഹനങ്ങളുടെ കാര്യത്തിൽ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട്. മറ്റു ചിലരും ഈ വഴിയിലാണ്. എന്തൊക്കെയാണ് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തീരുമാനങ്ങൾ? നിർണായകമായിട്ടുള്ള ഒരു കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഈ 11 മണിയോടുകൂടി ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രാജ്യത്തെ ഇന്ധന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഈ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അതിനുശേഷമായിരിക്കും ഇതിലൊരു സുപ്രധാന തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഏറെ പ്രധാനമെന്തെന്നാൽ ഈ എണ്ണ കമ്പനികൾ അവർ നഷ്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ആശങ്ക അറിയിച്ചിട്ടുണ്ട്. പ്രതിദിനം 1000 കോടി രൂപയുടെ നഷ്ടം നേരിടുന്നു എന്നുള്ളതാണ് അവർ ഉന്നയിച്ചിരിക്കുന്ന ആശങ്ക. എന്നാൽ ഇതിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഇന്ധന വില ഉയർത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ എണ്ണ കമ്പനികളുടെ നഷ്ടം അല്ലെങ്കിൽ അത് അവർ വില ഉയർത്തുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു നിർബന്ധിത സാഹചര്യത്തിലേക്ക് കൂടി ഇപ്പോൾ ഈ ഒരു നിലവിലെ ഇന്ധന പ്രതിസന്ധി എത്തിയിരിക്കുകയാണ്. നിലവിൽ രാജ്യത്ത് ഇന്ധനക്ഷാമമില്ല, മറിച്ച് ഈ നഷ്ടം, എണ്ണ കമ്പനികളുടെ നഷ്ടം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിഗണനയിലാണ്. എന്തായാലും അത് വില ഉയർത്തുമ്പോൾ, പ്രത്യേകിച്ച് പെട്രോളിനും ഡീസലിനും ഒപ്പം തന്നെ ഗാർഹിക സിലിണ്ടറിനും വില ഉയർത്തുമ്പോൾ അത് സാധാരണക്കാർക്ക് അതൊരു വലിയൊരു ബാധ്യതയാവാത്ത രീതിയിൽ പരിഹരിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിഗണനയിൽ വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ പല നിയന്ത്രണങ്ങൾ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് മറ്റുള്ള മേഖലകളിലേക്കും കൂടി വ്യാപിപ്പിച്ച ഇന്ധന പ്രതിസന്ധി മറികടക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക യോഗം തന്നെയാണ് ഇന്നിപ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗമായി നടക്കുന്നത്. എന്തായാലും ഇതിന് ശേഷം ഒരു ബ്രീഫിംഗ് ഉണ്ടാവും. ആ വാർത്താ സമ്മേളനത്തിൽ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ് സ്വീകരിച്ചത് എന്നുള്ളത് ആ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിലീപ് കുമാർ. കേന്ദ്രമന്ത്രിസഭാ യോഗം ഡൽഹിയിൽ തുടരുകയാണ്. എന്തൊക്കെയാണ് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാജ്യം. ഉപഭോഗ നിയന്ത്രണമടക്കം നേരത്തെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമോ എന്നതറിയാനുള്ള ആകാംക്ഷയാണ് ഇപ്പോഴുള്ളത്. മന്ത്രിസഭാ യോഗത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് അച്യുതൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.